പോകുന്നു. വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യർക്കിടയിൽ ശക്തമായി വളർന്നു വരികയാണ്. മനുഷ്യന് ബുദ്ധിയില്ല. തുണിയുടുക്കാത്ത മനുഷ്യന്റെ മുന്നിൽ പോയി കൂപ്പുകൈയോടുകൂടി നിൽക്കുന്ന മനുഷ്യൻ, തുണിയുടുക്കാത്ത കള്ളദൈവം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ബീഭത്സമാണ് ഈ കാഴ്ച, ഏത് വൃത്തികേടായി കാണിക്കുന്നത്. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? തുണിയുടുക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുകയോടുകൂടി നിൽക്കുന്നവൻ. ആണും പെണ്ണും വ്യത്യാസമില്ല. ഒരു സദാചാര ബോധം. ഏത് മൃഗാണ്? വസ്ത്രം ധരിക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുന്നു. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? മരക്കക്ഷങ്ങൾക്ക് മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ നമിക്കുന്നവൻ. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. എവിടെ മനുഷ്യന് ബുദ്ധിയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് ചിന്തയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് യാതൊരുവിധ യോഗ്യതയും ഇല്ലാതാകുന്നു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് ത്വയ്യിബാത് വഫളൽനാ അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ എന്നുള്ള പറഞ്ഞ ആ മനുഷ്യൻ അതേ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് ജീവിത നിലവാരം താഴ്ന്നു പോകുന്നു. എല്ലാ നിലക്കും അവൻ അധപ്പതനത്തിലായി പോകുന്നു. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്ക്. മനുഷ്യന് ബുദ്ധി വേണ്ട ഈ രംഗത്ത്, മനുഷ്യന് ചിന്ത വേണ്ട ഈ രംഗത്ത്, മനുഷ്യൻ ആലോചിക്കേണ്ട ഈ രംഗത്ത്. മരക്കുരിശിന്റെ മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ, ശവകുടീരങ്ങൾക്ക് മുന്നിൽ, മഖ്ബറകൾക്ക് മുന്നിൽ, ദർഗകൾക്ക് മുന്നിൽ നമിക്കുമ്പോ ഈ രണ്ട് കാലിൽ എണീറ്റ് നിൽക്കുന്ന മനുഷ്യൻ, രണ്ട് കൈ ഉപയോഗിക്കുന്ന മനുഷ്യൻ, കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യൻ, കാതുകൊണ്ട് കേൾക്കുന്ന മനുഷ്യൻ, കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത ഒരു വസ്തുവിനെ നമിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇവരെന്ത് പ്രതീക്ഷയാണുള്ളത്? ഇവരെന്തിലാ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഒരിക്കലും ഇസ്ലാമിൽ അംഗീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അടിസ്ഥാനപരമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, ആകാശഭൂമികളെ സൃഷ്ടിച്ച അജയ്യനായ റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള ചിന്ത, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ റുഹ്ബാനിയ്യത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ ഒരിക്കലും സൃഷ്ടികൾക്ക് മുന്നിൽ ആരാധന അർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. ഒരിക്കലും സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പോലും പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹുവല്ലാത്തവയെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത്, പ്രവാചകന്റെ അനുയായികൾ മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഏ പ്രവാചകരെ, ഈ നാട്ടിലെ മുശ്രിക്കുകൾക്ക് ഒരു ദാത്തു അൻവാത്തുണ്ട്. യുദ്ധത്തിന് പുറപ്പെടുമ്പോ ബർക്കത്തിന് വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവരൊരു മരത്തിൽ വാൾ തൂക്കി ഇടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ ഉണ്ടാക്കി തരൂ, ഞങ്ങൾക്കും അപ്രകാരം ഒരു മരം നബിയെ തങ്ങൾ കാണിച്ചു തരൂ. ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകുമ്പോ ബർക്കത്തെടുക്കാൻ, ഞങ്ങളുടെ വാൾ തൂക്കിയിടാൻ ഒരു മരം ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു ചോദിച്ചത്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ചതുപോലെയാണല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരൂ മൂസ, അവർക്ക് കാണപ്പെടുന്ന ഒരു ദൈവമുള്ളതുപോലെ, ആരാധ്യനുള്ളതുപോലെ ഞങ്ങൾക്കും കണ്ടുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കി തരൂ മൂസ എന്ന് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ചതുപോലെയാണല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയ പ്രവാചകന്റെ അനുയായികൾ ഇന്നോ മൂസാ നബിയുടെ ജനതയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട്, അമ്പര സംസ്കാരം പോലും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ മഖ്ബറകൾക്ക് മുന്നിൽ, ദർഗകൾക്ക് മുന്നിൽ, ശവകുടീരങ്ങൾക്ക് മുന്നിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസരാഹിത്യത്തിൽ അകപ്പെട്ടു പോകുന്നുവെങ്കിൽ ഇവിടെയെല്ലാം മുതലെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആൾ ദൈവമായാലും അതുപോലെ തന്നെ കപട ആത്മീയതയായാലും ഈ രൂപത്തിലുള്ള തട്ടിപ്പുകളായാലും, ഈ തട്ടിപ്പുകളും അതുപോലെ തന്നെ ഈ തോന്നിയാസങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ നടമാടുമ്പോൾ ഇവിടെ മുതലെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണവര്? അത് മറ്റാരുമല്ല, യുക്തിവാദികളാണ്, ദൈവനിഷേധികളാണ്.